പകിട 12 പകിട പകിട 12 പകിട 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 12. ത്യജിച്ചു വനയാത്രയ്ക്കിറങ്ങുന്ന പാണ്ഡവർക്കുള്ളിൽ പുകഞ്ഞു പക. ഏറെ പ്രിയങ്കരനായി ധാർത്തരാഷ്ട്രർക്കു വഴികാട്ടിയായി നിന്ന ശകുനി. പാണ്ഡവരോടൊരു പകയതുമില്ലാത്ത ശകുനി കരുനീക്കിയതാർക്കു വേണ്ടി? ആരായിരുന്നു ഈ ശകുനി? ആരായിരുന്നു ശകുനി? സംഗീതം പൊഴിയുന്ന നാട്, ഗന്ധർവ ജന്മങ്ങൾ നിറയുന്ന നാട്, ഗാന്ധാര വംശത്തിൻ തോരാത്ത പെരുമകൾ പാടി നടന്നൊരു പുണ്യനാട്. ഗാന്ധാര നൃപനാം സുബലനു സുതനായി പിറവി കൊണ്ടു ശകുനി. അതിമതിമാൻ ശാരദേന്ദു മുഖിയാം ഗാന്ധാരി, അവളോ ശകുനിക്കു പ്രിയമേഴ്ത്തിടും സോദരി. അന്ധനാം ധൃതരാഷ്ട്രൻ കരം ഗ്രഹിച്ചു ഹസ്തിനാപുര വധുവായി ഗാന്ധാരി. പതിക്കില്ലാത്ത കാഴ്ച എനിക്കെന്തിനാ? ജീവിതം നൽകിയ ഹസ്തിനാപുരിയെ വെറുത്തു ശകുനി. അപ്രീതിയേതോ ജനിക്കയാൽ ധൃതരാഷ്ട്ര സുബലനെ സുതരയും തടവിലിട്ടു. ാതവർ കുഴഞ്ഞു ഒരു പാത്രമന്നം ഉരുളയോരോന്നുണ്ട് സൗബലർ പട്ടിണിക്കോലങ്ങളാൽ. ഈ ഒരു പിടി അന്നം കഴിച്ച് നമ്മുടെ ഇളയ പുത്രൻ ശകുനി നമുക്ക് വേണ്ടി ജീവൻ നിലനിർത്തട്ടെ. അവന്റെ ബുദ്ധിയിൽ ഉദിക്കട്ടെ ഹസ്തിനാപുരിയെ മുച്ചൂടും മുടിക്കാനുള്ള മാർഗം.
പകിട 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 12. സഭയിൽ പാഞ്ചാലിയെ വലിച്ചിഴയ്ക്കുമ്പോ കൃഷ്ണ കൃഷ്ണ അവരെ ചതുർഗ്രഹേ ചുട്ടുകൊല്ലുമ്പോ സന്ധിയില്ലാത്തൊരു യുദ്ധത്തിലേക്കവരെ വഴി നടത്തി സൗബലേയൻ കരുനീക്കി പാണ്ഡവരെ തോൽപ്പിച്ചിടുമ്പോഴും കരുനീക്കം കൗരവർക്കെതിരെ. ഭീഷ്മരോടും ധൃതരാഷ്ട്രരോടും തീർത്ത പകയായിരുന്നു 18 നാൾ നീണ്ട ഘോരയുദ്ധം. ഇത് കാകോലൂകിയ കഥ പോലെ ശകുനിയിന്നും ഉത്തരം ഇല്ലാത്ത കടം കഥ പോലെ.